പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് സിന്ധു നദീതട സംസ്കാരത്തെ പറ്റിയായിരുന്നു. ഈ സംസ്കാരം നിലനിന്നിരുന്ന അതേ കാലത്ത് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റു ചില സംസ്കാരങ്ങൾ കൂടി നിലനിന്നിരുന്നു. അവയാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ. ഈ സംസ്കാരങ്ങളുടെ എല്ലാം പൊതുവായ പ്രത്യേകത വെങ്കലത്തിൽ നിർമ്മിച്ച ഉപകരണങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവയെ വെങ്കലയുഗ സംസ്കാരം അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്നും വിളിക്കാറുണ്ട്. നമ്മളിത് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ പറ്റിയാണ്. This civilization locates in ancient North Africa. This civilization is flourished on the banks of River Nile. നൈലിൻ്റെ തീരങ്ങളിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത്. നൈൽ ഈസ് കൺസിഡേർഡ് ആസ് ദ ലൈഫ് ലൈൻ ഓഫ് ഈജിപ്റ്റ്. ഈജിപ്തിൻ്റെ ജീവനാഡിയായിട്ടാണ് നൈലിനെ കണക്കാക്കുന്നത്. ഫാദർ ഓഫ് ഹിസ്റ്ററി ഹെറോഡോട്ടസ് കോൾഡ് ഈജിപ്റ്റ് ആസ് ദ ഗിഫ്റ്റ് ഓഫ് നൈൽ. ചരിത്രത്തിൻ്റെ പിതാവായ ഹെറോഡോട്ടസ് ഈജിപ്തിനെ വിശേഷിപ്പിക്കുക നൈലിൻ്റെ ദാനം എന്നാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ? ദ കിങ് ഓഫ് ഈജിപ്റ്റ് വാസ് നോൺ ആസ് ഫറവോ. ഈജിപ്തിലെ രാജാക്കന്മാരെ വിളിച്ചിരുന്നത് ഫറവോ എന്ന പേരിലായിരുന്നു. ഫറവോസ് വെയർ ബോത്ത് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ റിലീജിയസ് ലീഡേഴ്സ് ഓഫ് ദ പീപ്പിൾ. ഫറവോമാർ രാഷ്ട്രത്തിൻ്റെ തലവന്മാരും അതുപോലെ തന്നെ മത നേതാക്കന്മാരുമായിരുന്നു. ദ മോസ്റ്റ് ഫേമസ് ഫറവോ വാസ് തൂത്തും കാമൻ. ഏറ്റവും പ്രശസ്തനായ ഫറവോ തൂത്തും കാമൻ ആയിരുന്നു. ദ പ്രാക്ടീസ് ഓഫ് പ്രിസർവിംഗ് ദ ബോഡി ഓഫ് ദ ഡെഡ് പ്രിവെയിൽഡ് ഇൻ ഈജിപ്റ്റ്. മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതി ഈജിപ്തിലുണ്ടായിരുന്നു. എ കോപ്സ് പ്രിസർവ്ഡ് ഈസ് കോൾഡ് എ മമ്മി. ഇങ്ങനെ സൂക്ഷിക്കപ്പെട്ട മൃതശരീരം മമ്മി എന്നാണ് അറിയപ്പെടുന്നത്. ദേ ബിലീവ്ഡ് ഇൻ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. മരണത്തിന് ശേഷവും ഒരു ജീവിതമുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. പിരമിഡ്സ് വെയർ ടോംസ് വെയർ ദ മമ്മീസ് വെയർ പ്രിസർവ്ഡ്. പിരമിഡ്സ് വെയർ ടൂംസ് വെയർ ദ മമ്മീസ് വെയർ പ്രിസർവ്ഡ്. മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ദേ റിമെയിൻ ആസ് ദ എവിഡൻസ് ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് ലേബർ ആൻഡ് വെൽത്ത്. Agriculture was the backbone of this civilization. The people also engaged in weaving and production of glassware. കൃഷിയായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ അടിത്തറ. നെയ്ത്ത്, സ്ഫടികപാത്ര നിർമ്മാണം എന്നിവയിലും അവർ ഏർപ്പെട്ടിരുന്നു. The script used in Egyptian civilization was hieroglyphics, which means sacred writing. പ്രാചീന ഈജിപ്ഷ്യൻ ജനത ഒരു എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയിരുന്നു. ഹൈറോഗ്ലിഫിക്സ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഹൈറോഗ്ലിഫിക്സ് എന്നാൽ വിശുദ്ധമായ എഴുത്ത് എന്നാണ് അർത്ഥം. ദേ യൂസ്ഡ് ദ ലീവ്സ് ഓഫ് ദ പ്ലാന്റ് കോൾഡ് പാപ്പീറസ് ഫോർ റൈറ്റിംഗ്. പാപ്പീറസ് ചെടിയുടെ ഇലകളാണ് അവർ എഴുതാൻ ഉപയോഗിച്ചത്. ദ വേർഡ് പേപ്പർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ടേം പാപ്പീറസ്. പേപ്പർ എന്ന വാക്ക് ഉരുത്തിരിഞ്ഞത് പാപ്പീറസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ്. ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ദേ ഫോർമുലേറ്റഡ് എ സോളാർ കലണ്ടർ. എ കലണ്ടർ ഡെവലപ്പ് ഓൺ ദ ബേസിസ് ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് സൺ. സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കലണ്ടർ അവർ തയ്യാറാക്കിയിരുന്നു. ആസ് പെർ ദിസ് കലണ്ടർ എ ഇയർ ഹാഡ് 365 days. എ ഇയർ വാസ് ഡിവൈഡഡ് ഇൻറ്റു 12 months of 30 days each. ഈ കലണ്ടറിന് പ്രകാരം ഒരു വർഷത്തെ 365 ദിവസങ്ങളാക്കി തിരിച്ചിരുന്നു. 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായി ഒരു വർഷത്തെ വിഭജിച്ചു. The remaining 5 days were set aside for celebration. ബാക്കി വന്ന 5 ദിവസങ്ങൾ ആഘോഷങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിരുന്നു. In the field of mathematics,
They could calculate the area of triangles and rectangles. To determine time, they used the sun clock and water clock. For the construction of pyramids, they have used these mathematics, calculations, and geometry. The Egyptians were also skillful in sculpture. It is evident from the Sphinx, a statue with lion's body and human head. പ്രതിമാ നിർമ്മാണത്തിലും അവർ വിദഗ്ധരായിരുന്നു. മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള സ്ഫിങ്സ് എന്ന പ്രതിമ അവരുടെ ശില്പവൈദഗ്ധ്യത്തിൻ്റെ ഉദാഹരണമാണ്. മനുഷ്യൻ്റെ തല കൊണ്ട് ഉദ്ദേശിക്കുക ബുദ്ധിയെയും സിംഹത്തിൻ്റെ ഉടലുകൊണ്ട് അർത്ഥമാക്കുന്നത് ശക്തിയെയുമാണ്. These are the features of Egyptian civilization. The term Mesopotamia means the land between two rivers. Mesopotamia is a land between the rivers Euphrates and Tigris. മെസ്സപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് മെസ്സപ്പൊട്ടോമിയ. Four different civilizations emerged and declared in Mesopotamia. They were Sumerian, Babylonian, Assyrian and Chaldean civilizations. 4 വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾ മെസ്സപ്പൊട്ടോമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്തു. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽദിയൻ എന്നിവയായിരുന്നു അവ. ഫീച്ചേഴ്സ് ഓഫ് മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. The fertile soil helped agricultural progress. It led to trade and the consequent growth of cities. The fertility of soil in river valleys helped agricultural progress and it led to surplus production. This surplus production led to trade and the growth of cities. Ur, Uruk and Lagash were the major cities in ancient Mesopotamia. Ur, Uruk, Lagash എന്നിവ മെസ്സപ്പൊട്ടോമിയയിലെ പ്രധാന നഗരങ്ങളായിരുന്നു. നദീതീരങ്ങളിൽ കാണുന്ന ഫലഭൂഷ്ടമായ മണ്ണ് കൃഷിയുടെ വളർച്ചയിലേക്കും കൃഷിയുടെ വളർച്ച അധിക ഉൽപാദനത്തിലേക്കും ഈ അധിക ഉൽപാദനം കച്ചവടത്തിലേക്കും കച്ചവടം നഗരങ്ങളുടെ ആവിർഭാവത്തിലേക്കും നയിച്ചു. As trade developed, it became essential to record the accounts of the exchanged goods. It eventually led to the development of the art of writing. കച്ചവടം വികാസം പ്രാപിച്ചതോടെ കൈമാറുന്ന ഉൽപ്പന്നങ്ങളുടെ കണക്കുകൾ രേഖപ്പെടുത്തേണ്ടത് ആവശ്യമായി തീർന്നു. ഇത് എഴുത്തുവിദ്യയുടെ വികാസത്തിലേക്ക് നയിച്ചു. The Mesopotamian system of writing is called cuneiform. The script was wedge-shaped. They were written on the smooth surface of wet clay tablets. A sharp stylus was used for writing. The tablets were then baked in the sun. മെസ്സപ്പൊട്ടോമിയയിലെ എഴുത്തുവിദ്യ ക്യൂണിഫോം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവരുടെ ലിപികൾക്ക് ആപ്പിൻ്റെ ആകൃതിയായിരുന്നു. മണ്ണ് കുഴിച്ചുണ്ടാക്കിയ ചെറുഫലകങ്ങളുടെ മിനുസമുള്ള പ്രതലത്തിലാണ് അവർ എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള എഴുത്താണി എഴുതുവാനായിട്ട് ഉപയോഗിച്ചിരുന്നു. They formulated a calendar based on the movements of the moon. They divided a year into 12 months, a month into 4 weeks, and a day into 24 hours. ചന്ദ്രൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടർ അവ തയ്യാറാക്കിയിരുന്നു. ഒരു വർഷത്തെ 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചകളായും വിഭജിച്ചിരുന്നു. ഒരു ദിവസത്തെ 24 മണിക്കൂറായി കണക്കാക്കിയിരുന്നു. They knew division, multiplication and square root. ഗണിതശാസ്ത്രത്തിലെ ഹരണം, ഗുണനം, വർഗമൂലം എന്നിവയും അവർക്കറിയാമായിരുന്നു. The construction of temples, namely ziggurat, is the evidence of the amazing architectural skills of the ancient Mesopotamians. They were constructed in cities. They were built on artificial hillocks using bricks. മെസ്സപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവാണ് സിഗുറാത്തുകൾ എന്നറിയപ്പെടുന്ന ആരാധനാലയങ്ങൾ. നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരുന്നത്. മൺകൂനകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് സിഗറാത്തുകൾ പണിതത്. ചൈനീസ് സിവിലൈസേഷൻ.
This civilization flourished on the banks of the river Huanghe. River Huanghe is known as Yellow River. This river is also known as Sorrow of China. ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം വളർന്നു വന്നത്. ഹൊയാങ്ഹോയുടെ മറ്റൊരു പേര് യെല്ലോ റിവർ എന്നാണ്. പലപ്പോഴും അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി അതിൻ്റെ കളറ് യെല്ലോയാണ്. ഈ നദിയെ ചൈനയുടെ ദുഃഖം എന്നും വിളിക്കാറുണ്ട്. കാരണം പ്രളയസമയത്ത് ഗതി മാറി ഒഴുകി ചൈനയ്ക്ക് വളരെയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ചൈനീസ് സിവിലൈസേഷൻ. Agriculture was important occupation of the people of ancient China. They were skillful in weaving, making pottery and silk production. കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിൻ്റെ അടിത്തറ. നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. The script existed in ancient China was pictographic, not alphabetic. Later it developed into an ideographic script. ആദ്യകാലങ്ങളിൽ അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് അവർ എഴുതിയിരുന്നത്. പിൽക്കാലത്ത് ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ നിലവിൽ വന്നു. As like other Bronze Age civilization, they formulated a solar calendar in which a year consisted of 365.5 days. In this unit, we have discussed some Bronze Age civilizations, the use of bronze, agricultural progress, development of trade and craftsmanship, the art of writing, progress in the field of science, etc. were the remarkable common features of these civilizations. Thank you.